ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മളൊരു റൊട്ടിയും മുട്ടയും വെച്ചിട്ടുള്ളൊരു പലഹാരമായിട്ട് ഉണ്ടാക്കാൻ പോണേ. എന്നാൽ നമുക്ക് ഉണ്ടാക്കിയാലോ? അപ്പം നമ്മൾ കോഴിമുട്ടൊക്കെ ഒന്ന് പരസിപ്പലകിൽ വെച്ച് നമുക്കൊന്ന് നല്ലോണം എടുക്കാം കേട്ടോ. ഒക്കെ ഇങ്ങനെ നമ്മൾ റൊട്ടി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം കേട്ടോ. റൊട്ടിയൊക്കെ ഇവിടെ റെഡിയായി പൊടിഞ്ഞ് വന്ന് നമുക്കിതാ മുട്ട ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്, അതും കൂടെ അതിലേക്ക് ഇട്ടെടുത്ത് ഈ ഉള്ളി അരിഞ്ഞതാണ്. ഒരു ഉള്ളി ഒന്നിൻ്റെ പകുതി ഉണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, ലേശം ബിരിയാണിപ്പൊടി കേട്ടോ, കറും മസാലൻ്റെ പൊടി എന്നും പറയും. ഒരു നുള്ള മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂണ് മതി കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് എല്ലാം കൂടെ ഒന്നൊരു നുള്ള് മുളക് പൊടി, ഒരു നുള്ള് കേട്ടോ, തോനൊന്നുമില്ല, ഒരു കളറിന് വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്കെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2 സ്പൂണ് വെള്ളം കേട്ടോ, ഓവർ വേണം, നമുക്ക് ഉള്ളിൽ നിന്നൊക്കെ തന്നെ വെള്ളം വരും. ഒരു 2 സ്പൂണ് വെള്ളം അതിലൊഴിച്ചിട്ട് കൈ വെച്ചൊന്ന് കുഴച്ച് ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. അത് നമ്മൾ കുഴച്ചൊക്കെ ഒന്ന് പാകമായതാ. കട്ട്ലേറ്റിൻ്റെ രൂപത്തിലാട്ട് ഉണ്ടാക്കുന്നത്. നമ്മളിഷ്ടത്തിന് നമുക്ക് ഏത് രൂപത്തിലാണ് വേണ്ടിച്ച നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഞാനിതാ കട്ട്ലേറ്റിൻ്റെ രൂപത്തിലാണ് ഉണ്ടാക്കിയത്. നമുക്ക് മുട്ടയിലൊന്ന് മുക്കി ബ്രെഡ് പൊടിച്ച് വെച്ചതാണ്, അതിലൊന്ന് കോട്ട് ചെയ്ത്. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല എളുപ്പത്തിലുള്ള പരിപാടിയാണ് കേട്ടോ. നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഓയിൽ ഇവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അത് നമുക്ക് ഉള്ളിയൊന്നും അത് വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പച്ചയിൽ തന്നെ അരിഞ്ഞിട്ട് അതിൽ മിക്സ് ചെയ്താൽ മതി. മുളകും ഇതൊക്കെ നല്ല എളുപ്പത്തിൽ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. നോമ്പ് തുറക്കാൻ നേരം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പലഹാരമാണ് കേട്ടോ. നല്ല ടേസ്റ്റിയായൊരു പലഹാരമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക.
നമ്മൾ വറുത്തൊക്കെ ഒന്ന് കോരി വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് കോരിയെടുക്കാം കേട്ടോ. നമ്മളെ കട്ട്ലേറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് മുറിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ പൊരിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം, പൊട്ടിത്തെറിക്കുന്നുണ്ട് കോഴിമുട്ട ആയതുകൊണ്ട്. അപ്പം നമ്മളെ കട്ട്ലേറ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.